നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി അറിയായിരിക്കും, ഞാൻ അത്യാവശ്യം സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ +2 CBSE പഠിച്ചത്. CBSE എനിക്ക് 95% മാർക്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ CAT എക്സാം എഴുതി 99.3% കിട്ടി. IIM ഞാൻ പഠിച്ചത്. IIM കോഴിക്കോടിലാണ് പഠിച്ചത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നേടിയെടുത്തത് നേട്ടമാണെങ്കിൽ തന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പാടിൻ്റെ കഥ പറയാൻ വേണ്ടി വന്നതല്ല. പക്ഷേ ഞാൻ അങ്ങനെ ഇൻഹറൻ്റ്ലി ഭയങ്കര ബുദ്ധിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളല്ലായിരുന്നു. എനിക്ക് സമയം എടുക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ മണിക്കൂറുകൾ എനിക്ക് പഠിച്ചിട്ടൊക്കെയാണ് അതൊക്കെ വാങ്ങിച്ചെടുത്തത്. ഇപ്പോൾ CATൻ്റെ പ്രിപ്പറേഷൻ സമയത്തൊക്കെ ഡെയിലി ഞാൻ മിനിമം 10 മണിക്കൂറൊക്കെ മിനിമം പഠിക്കുമായിരുന്നു, എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് നേടിയെടുത്തത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് ആരെങ്കിലും അന്നത്തെ കാലത്ത് എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ആ 10 മണിക്കൂറിന് വരെ ഞാൻ ഒരു 5-6 മണിക്കൂർ പഠിച്ചിട്ട് അതേ സ്കോർ നേടിയെടുത്തേനെ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ. കൂടാതെ നിങ്ങൾ ഈ എക്സാം ദിവസങ്ങളിൽ കുറേ പഠിക്കാനുണ്ട് അല്ലേ, എന്നാൽ കുറേ ദിവസങ്ങൾ ഇങ്ങനെ വെറുതെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം ടേബിൾ ഞാൻ തരുന്നതായിരിക്കും. അതും നമ്മൾ സയൻറ്റിഫിക് അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, വെറുതെ എന്തെങ്കിലും അല്ല ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള 3 ടെക്നിക്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിൻ്റെ രീതി വേറെ തന്നെ ലെവലിൽ അങ്ങോട്ട് മാറും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എൻ്റെ പൊട്ടൻഷ്യൽ വേറെ ലെവലിൽ എത്തിയേനെ. എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല, ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ 3 പ്രിൻസിപ്പിൾസാണ്. ഫസ്റ്റ്, ഇൻ്റർലീവിംഗ് എന്നാണ് പറയുക. എന്താണ് ഇൻ്റർലീവിംഗ് എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ആയിരിക്കും പഠിക്കുക. അതായത്, സാർ ഞാൻ മാത്സ് പഠിക്കാൻ പോകണം. ഞാൻ അങ്ങനെ മാത്സ് പഠിക്കുന്നു. ഒരു ടോപ്പിക്ക് എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് സെറ്റാക്കുന്നു. എന്നിട്ട് ഞാൻ അടുത്ത സബ്ജക്റ്റ് പഠിക്കാം. നല്ലൊരു സമാധാനം ഉണ്ടാവും. ഇത് ഇൻ്റർലീവിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ്. ഇങ്ങനെ ചെയ്യരുത്. സയൻസ് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സയൻസ് ബേസ്ഡ് ഞാൻ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ, സയൻറ്റിഫിക് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടോ, ഓൾറെഡി റിസർച്ചിൽ വർക്ക് ചെയ്ത കാര്യം. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ പഠിക്കരുത്. നിങ്ങളെങ്ങനെ പഠിക്കണം? ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സബ്ജക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കണം. ആദ്യം നിങ്ങൾ കുറച്ച് നേരം ഒരു മണിക്കൂർ മാത്സ് പഠിക്കുന്നു, ഒരു മാത്സ് എടുത്ത് കളയാം. നിങ്ങൾ കുറച്ച് നേരം ഫിസിക്സ് പഠിക്കുക, കുറച്ച് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുക. അങ്ങനെ ടോപ്പിക്സ് ഇങ്ങനെ ഇൻ്റർലീവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ല സബ്ജക്ട്സ് ഇൻ്റർലീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ സാർ ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റില്ലല്ലോ, അടുത്ത പരീക്ഷ ഇപ്പോൾ ഒരു പരീക്ഷയാണ് മാത്സ് ആണെങ്കിൽ ഞാനിങ്ങനെ മാത്സും ഫിസിക്സ് പഠിക്കാം. കുഴപ്പമില്ല, നിങ്ങൾ മാത്സ് തന്നെ പഠിച്ചോ. പക്ഷേ മാത്സിൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, നിങ്ങൾക്ക് ബോറടിക്കില്ല, കാരണം മാറിക്കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ബ്രെയിൻ ഡൾ മോഡിലേക്ക് പോകില്ല. ബ്രെയിൻ ഇങ്ങനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബ്രെയിനിനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ചാപ്റ്റർ പഠിക്കുന്നു, അതിങ്ങനെ സാച്ചുറേറ്റഡ് ആയിട്ട് ബ്രെയിൻ ഡള്ളായി വരുമ്പോൾ തന്നെ നിങ്ങൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രീതി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഇത് സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ടോപ്പിക്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ. എന്നിട്ട് വീണ്ടും അതേ ടോപ്പിലേക്ക് വരികയും ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ കാര്യമാണ് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ. എന്താ ഈ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ കെമിസ്ട്രിയിലെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ കെമിസ്ട്രിയിൽ എന്താ ചോദിക്കാറുള്ളത്? എന്തെങ്കിലും ഒരു ചോദ്യം, അല്ലെങ്കിൽ ബയോളജിയിൽ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ കുറേ എഴുതാനുള്ള ഓരോ പോയിൻറ്റ്സ് ഓർത്ത് വെച്ചിട്ട് എഴുതാനുള്ളത്. അപ്പോൾ ഒരുപക്ഷേ ഞാനൊക്കെയാണ് പണ്ടെങ്ങനെ പഠിക്കുക, ഞാനിങ്ങനെ പഠിക്കുക. ആ ചോദ്യം വായിക്കും, എന്നിട്ട് ഞാൻ ആൻസർ വായിക്കും, എന്നിട്ട് അതിങ്ങനെ അത് ബൈഹാർട്ടാക്കാൻ വേണ്ടി നോക്കും. ഓക്കെ. ഇങ്ങനെ കഷ്ടപ്പെട്ട് അപ്പം തന്നെ ബൈഹാർട്ടാക്കി തീർക്കാൻ വേണ്ടി നോക്കും. ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ അപ്പം തന്നെ ബൈഹാർട്ടാക്കിയാലും ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാർക്ക് കഷ്ടപ്പെട്ടായിരിക്കും ബൈഹാർട്ടാക്കിയത്. അപ്പോൾ ബൈഹാർട്ടായാലുള്ള ഫീലിംഗും ഉണ്ടാവും, തലേ കയറിയെന്ന് തോന്നും. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ ഫുൾ മറന്നു, അല്ലെ നല്ലൊരു ശതമാനം മറന്നു. ഇത് ചെയ്യരുത്. നേരെ മറിച്ച് നിങ്ങൾ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്താ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ പറയുന്നത്? നിങ്ങളൊരു ആൻസർ വായിച്ചു, പഠിച്ചു, എന്നിട്ട് നിങ്ങൾ അപ്പം തന്നെ അത് ബൈഹാർട്ടാക്കി ഫുൾ സെറ്റാക്കാൻ നോക്കണ്ട. അത് പോസിബിൾ അല്ല. നിങ്ങൾ അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നേരെ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ എക്സാം ദിവസങ്ങളിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. അടുത്ത ആഴ്ച അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ അന്ന് വൈകുന്നേരം നിങ്ങൾ അതിലേക്ക് തിരിച്ചു വരിക. എന്ന് വീണ്ടും രാത്രി ഉറങ്ങാൻ നേരം നിങ്ങൾ ഒന്നുകൂടി അതിലേക്ക് തിരിച്ചു വരിക. ഒന്നുകൂടി നിങ്ങൾ അതിനെ റിവൈസ് ചെയ്യുക. രാവിലെ എനിക്കും ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഇങ്ങനെ സ്പേസ് കൊടുത്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സ്പേസ് റെപ്പിറ്റേഷൻ എന്ന് പറയാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ തന്നെ നോക്കി വെക്കും. നിങ്ങളുടെ പട്ടപ്പട്ടയെന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കും. ഇതിപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക് എടുത്ത് ഇങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ രാവിലെ ഒരു സെറ്റ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് പഠിക്കുക. അതിന് കുറേ സമയം എടുക്കരുത്, പെട്ടെന്ന് പഠിക്കുക. എന്നിട്ട് വൈകുന്നേരം അതേ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അതിൻ്റെ പകുതി സമയം എടുക്കുള്ളൂ. ഇപ്പോൾ രാവിലെ 1/2 മണിക്കൂർ എടുത്ത് സാധനം നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി അത് 15 മിനിറ്റ് എടുക്കുള്ളൂ, അതിൽ കുറവ് എടുക്കുള്ളൂ. രാത്രി ഒന്നും കൂടി റിവൈസ് ചെയ്യുക, ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കുന്നുണ്ടാവുള്ളൂ. രാവിലെ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ നോക്കി വെക്കുക, ബാക്കി നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ലാസ്റ്റ് കാര്യമാണ് ആക്റ്റീവ് ലേണിംഗ്.
ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നതിന് മുമ്പ് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്താണ് ഓർത്ത് വെക്കാനുള്ള സബ്ജക്ട്സിൽ, സോഷ്യൽ, എല്ലാത്തിലും, ഫിസിക്സിലൊക്കെ ഓർത്ത് വെക്കാനുണ്ടല്ലോ, അത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ നോട്ടിൽ ആൻസറുള്ള നോട്ടിൽ അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിച്ച് പഠിക്കരുത്, ഒരു കാര്യമില്ല. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, പഠിച്ചതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. പഠിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ. പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആൻസർ പൊത്തി വെക്കുക, ക്വസ്റ്റ്യൻ മാത്രം വായിക്കുക, എന്നിട്ട് ചിന്തിക്കുക, സ്വയം ചിന്തിക്കുക. എന്നിട്ട് എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്ന ആൻസർ നോക്കുക, വീണ്ടും പൊത്തി വെക്കുക. അപ്പോൾ ഒരിക്കലും റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നോട്ട്സ് വെച്ചിട്ട് റിവൈസ് ചെയ്യരുത്, ഒരു കാര്യമില്ല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ അങ്ങനെ പറ്റിക്കും. അതെനിക്ക് ഓർമ്മയുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ വെറുതെ പറ്റിക്കലാണ്. പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്ത പല കുട്ടികളുണ്ടോ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചായിരുന്നു, പക്ഷെ അവിടെത്തുമ്പോൾ ഓർമ്മയില്ല, എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയില്ല. മനസ്സിലല്ലേ? അത് എന്തുകൊണ്ടാണ് അറിയാത്തത്? നമ്മുടെ ബ്രെയിൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ബ്രെയിൻ അത് കണ്ടിട്ടേ ശീലിച്ചുള്ളൂ. കണ്ടത് ബ്രെയിൻ വെരിഫൈ ചെയ്തു, ഇതെനിക്കറിയാം. പക്ഷെ പരീക്ഷാ ഹാളിൽ ഒന്നും കാണാനില്ല, ആൻസറിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് പോലും കാണാനില്ല. അപ്പോൾ ബ്രെയിനിന് പറയും എനിക്കൊന്നും അറിയില്ല, പറ്റിച്ചേന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ആക്റ്റീവ് ലേണിംഗ് പ്രാക്ടീസ് ചെയ്യാം. ബുദ്ധിമുട്ടായിരിക്കും, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യാൻ ഈസി ആയിരിക്കില്ല, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, ഈ 10 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്ന സാധനം 5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റും, അത്രയും എഫക്റ്റീവാണ്. അപ്പോൾ ഇതാണ് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഒക്കെ നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്, ഇപ്പോഴേ ചെയ്ത് തുടങ്ങി നിങ്ങൾ +1 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മൊത്തം എത്ര സമയം ലാഭിക്കുക. ആ സമയത്ത് നിങ്ങൾ വല്ല ഗെയിം കളിച്ചോ, ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടിരുന്നോ, റിലാക്സ് ചെയ്തോ, ഇതിനെ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാര്യം ഇതാണ് ടൈം ടേബിൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ടൈം ടേബിൾ വെച്ചിട്ടായിരിക്കണം, അല്ലാണ്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എക്സാം ദിവസങ്ങൾ ചെയ്യുമ്പോൾ ആ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് കാര്യമാണ്, നിങ്ങൾ പഠിക്കുന്ന സമയം തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ പഠിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, 5 മണിയോ 6 മണിയോ 7 മണിയോ രാവിലെ, അല്ലെങ്കിൽ 8 മണിയോ ഓട്ടോ. ആ ടൈം ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, എല്ലാ ദിവസവും സെയിം ടൈമിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. സെയിം ടൈമിൽ പഠനം എൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പ്രത്യേകിച്ച് ഈ ഗ്യാപ്പുള്ള ദിവസങ്ങളിലെങ്കിലും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ തന്നെ എന്ത് ചെയ്യുന്നത്, അതിനെ ഒരു സർക്കേഡിയൻ റിതം എന്ന് പറയും. അലൻ സാറിൻ്റെ സ്ലീപ്പ് വീഡിയോ ഒക്കെ ഉണ്ട്, അലൻ സാറിൻ്റെ ചാനലിൽ പോയി നോക്കിക്കോ. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വലിയ ആ ഒരു ബുദ്ധിമുട്ടില്ലേ, പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് തന്നെ അങ്ങോട്ട് ശരിയായിക്കോളും. കാരണം നിങ്ങളുടെ ബ്രെയിൻ ആ ഹാബിറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് കാര്യം പൊമോദോറോ ടെക്നിക്കാണ്. പൊമോദോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ 25 മിനിറ്റ് പഠിക്കുന്നു, പിന്നെ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അങ്ങനെയാണ് 25 മിനിറ്റ് പഠിച്ചിട്ടുള്ള പരിപാടി നമുക്ക് ഇനി നടക്കില്ല എക്സാം ദിവസങ്ങളിൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 50 മിനിറ്റ് എങ്കിലും പഠിക്കാം, ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 50 മിനിറ്റ് പഠിക്കുമ്പോൾ ആ പഠനം ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. കാരണം 50 മിനിറ്റ് അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 3/4 മണിക്കൂറല്ലേ, വാട്ട് എവർ 45 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ, ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. പിന്നെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. മാത്രമല്ല സയൻറ്റിഫിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തലേ കയറുന്നുണ്ട്. തലേ കയറുന്നു പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ന്യൂറൽ പാത്വേസിലൂടെ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ അത് ഓർത്ത് വെക്കുക. പക്ഷെ അത് സ്ട്രെങ്തൻ ചെയ്യപ്പോഴാണ്, നിങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന സമയത്താണ്. രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും പിന്നെ നിങ്ങൾ ആ 10 മിനിറ്റ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത്രയും തന്നെ പഠിച്ച കാര്യങ്ങൾ ബ്രെയിനിൽ ഇങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കണം. ഇത് ഞാൻ വെറുതെ അടിച്ചു വിടുന്ന കാര്യങ്ങളല്ല, നിങ്ങൾക്ക് തന്നെ പോയി ChatGPTയിലോ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്താ ഞാൻ പറയുന്ന കാര്യം. അപ്പോൾ അത് തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ആ ബ്രേക്ക് ടൈം നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യുന്ന സമയമായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ തലയിൽ ഓർത്ത് വെക്കാനും ബ്രെയിനിന് ഒരു ചാൻസ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ രാവിലെ തന്നെ തീർക്കുക. ബ്രെയിൻ എപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സമയത്ത്, നിങ്ങളുടെ ശരീരവും മൊത്തത്തിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള സമയത്ത് തന്നെ നിങ്ങൾ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ തീർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് ആണ് ഏറ്റവും ടഫെങ്കിൽ രാത്രിത്തേക്ക് വെക്കരുത്, രാവിലെ തന്നെ തീർക്കുക. പിന്നെ രാത്രിത്തേക്കും ഈവനിങ്ങിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി വെറുതെ വായിച്ചു പോകാനുള്ള സബ്ജക്റ്റ്, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സബ്ജക്റ്റ് ആ രീതിയിൽ വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് തന്നെയാണ് പഠിക്കണമെങ്കിൽ അതിൽ തന്നെ ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യമാണ്, നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ രാവിലെ തീർക്കുക. എന്നിട്ട് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വൈകുന്നേരം ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് കാര്യം, ആഫ്റ്റർനൂൺ ചെറിയൊരു നാപ്പ് എടുക്കാൻ വേണ്ടി നോക്കുക. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ആ ഒരു ഉച്ച സമയത്ത് ഒരു 20 മിനിറ്റ്സ് നാപ്പൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓവർ വലിയതായി പോകേണ്ട, 1 മണിക്കൂർ 2 മണിക്കൂറായി പോയി കഴിഞ്ഞാൽ അത് മണ്ടത്തരമായി പോകും. അപ്പോൾ 20-30 മിനിറ്റ്സ് ഒക്കെ ചെറിയ നാപ്പ് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഈ ബ്രെയിനിൽ വീണ്ടും ആ ഒരു രാവിലെയും രാത്രിയൊക്കെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ കിടന്നാൽ പോലെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് 2 മണിക്കൂറായി കഴിഞ്ഞാൽ ഉദ്ദേശം മാറിപ്പോട്ടോ. പിന്നെ വൈകുന്നേരം അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് റിവൈസ് ചെയ്തേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പേസ്ഡ് റെപ്പിറ്റേഷൻ്റെ ഭാഗമായിട്ട് ചെയ്താലും മതി. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, 7 മണിക്കൂർ എങ്കിലും നിങ്ങൾ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ആകാൻ പോകുന്നത് നിങ്ങൾ പഠിക്കുമ്പോഴല്ല, അത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യമില്ല ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമ്പിൾ ടൈം ടേബിൾ ഞാനവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒന്നും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക, അത് ഇന്ന് തന്നെ ചെയ്യാം. ഓക്കെ,
അത് എല്ലാ ദിവസവും ഏതാണ്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചാൽ മതി, നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബുക്ക് പേപ്പറിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു മിനിമം 3 ദിവസങ്ങളെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം, അല്ലാണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, ആദ്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. 3 ദിവസം നിങ്ങൾ ചെയ്ത് നോക്ക്, എന്നിട്ട് അപ്പോൾ പറ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം നിങ്ങളുടെ എനിക്കുന്ന സമയമൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് വർക്ക് ചെയ്യാൻ കൂടുതൽ അത് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ടൈം ടേബിളിൽ ചേർക്കുക. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൗണ്ടിൽ പോയി കളിക്കേണ്ട സമയമൊന്നും എക്സാം ദിവസങ്ങളിൽ ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ചെറിയ എക്സസൈസോ യോഗയോ അങ്ങനത്തെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കാരണം എങ്ങനെയാണോ നിങ്ങളുടെ ശരീരം ഉള്ളത് അങ്ങനെയായിരിക്കും നിങ്ങളുടെ മനസ്സുണ്ടാവുക. അതൊരു കോറിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ നിങ്ങളുടെ മനസ്സുണ്ടോ അങ്ങനെ നിങ്ങളുടെ ശരീരം ഉണ്ടോ, എങ്ങനെ നിങ്ങളുടെ ശരീരം ഉണ്ടോ അങ്ങനെ മനസ്സുണ്ടോ. അപ്പോൾ ആ ശരീരമെങ്കിലും നന്നാക്കാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി ആ ഒരു മെൻ്റൽ സ്പേസ് കിട്ടും. ലാസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞ പോലെ മനസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും മെൻ്റൽ എക്സസൈസ് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ യോഗനിദ്രയോ NSDR പോലത്തെ ടെക്നിക്സ് ചെയ്യുന്നവരാണ് അത് ചെയ്യുക. ഇനി അറിയാത്തവരാണ് അത് പഠിക്കുക. ഒരു 10 മിനിറ്റ് ഏതെങ്കിലും ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് ബ്രെത്ത് ബേസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുക. ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും നിങ്ങളുടെ ആ ദിവസത്തിലുണ്ടാവും, പ്രത്യേകിച്ച് നിങ്ങൾ രാവിലെ തന്നെയൊക്കെ ചെയ്താൽ. ഇനി അതല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാറില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയ ഫോക്കസ് എക്സസൈസ് ഒക്കെ ചെയ്യുക. എങ്ങനെ ഫോക്കസ് എക്സസൈസ്, ജസ്റ്റ് ഒരു പോയിന്റിൽ നിങ്ങളൊരു 5 മിനിറ്റ് നോക്കിയിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മൊത്തം എന്താണ് ആ ഒരു മെൻ്റൽ ആക്ടിവിറ്റി മാറുന്നതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഞാൻ പറയാത്തേ ഉള്ളൂ, ഇതിൽ എത്ര പേര് ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇത് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ +1 മാർക്ക് മാത്രമല്ല, അതെന്തായാലും കൂടും. ഒരു 10% ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. പക്ഷെ അതിലുപരി നിങ്ങളുടെ ലൈഫിൽ ഈ തലമണ്ടം വെച്ചിട്ടല്ലേ ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടുക. അടുത്ത വീഡിയോയിൽ കാണാം.